ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം മുഗൾ ഭരണാധികാരി ഷാജഹാൻ പണികഴിപ്പിച്ച ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. നെഹ്റുവിനെയും ശാസ്ത്രിയെയും ഇന്ദിരാഗാന്ധിയെയും VP സിംഗിനെയും പോലുള്ള ചരിത്ര പുരുഷന്മാർ രാജ്യത്തെ അഭിസംബോധന ചെയ്ത വേദി. എന്നാൽ ഇവരൊന്നും നടത്തിയതുപോലുള്ള പ്രസംഗമല്ല മോദി നടത്തിയത്. പങ്കുവച്ച ആശയങ്ങൾ കലുഷിതമായ സാമൂഹ്യാവസ്ഥയെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നതായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് വ്യഥാവ്യായാമമാണ് ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞ സംഘടനയെയാണ് എപ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയായവർ എന്ന് പ്രശംസിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ജനസംഖ്യാനുപാതം തെറ്റുന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുവെന്ന വ്യാജ പ്രചാരണത്തിന്റെ തുടർച്ച. പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിലാകട്ടെ രാഷ്ട്രപിതാവിനേക്കാൾ തലപ്പൊക്കത്തിൽ ഗാന്ധിവധത്തിലെ 6ാം പ്രതിയായിരുന്ന VD സവർക്കർ. ദുരാഷ്ട്രവാദം ആദ്യം പറഞ്ഞ സവർക്കർ, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത സവർക്കർ ഗാന്ധിയേക്കാൾ തലപ്പൊക്കത്തിൽ. ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത പോസ്റ്റർ. അങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ ഭരണാധികാരികളിൽ നിന്നും മടികൂടാതെ പ്രവഹിക്കുമ്പോൾ ഗാന്ധി നിന്ദയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും P. ജയരാജൻ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് H. ജയസൂര്യൻ, ചരിത്രകാരൻ ഡോക്ടർ PJ വിൻസെന്റ്, സാമൂഹ്യ നിരീക്ഷൻ ദിനു വെയിൽ എന്നിവരാണ്. അത് ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സ്വാതന്ത്ര്യദിന സന്ദേശമാണല്ലോ. അവിടെ RSS-മായി ബന്ധപ്പെട്ട് RSS ആണ് ലോകത്തെ തന്നെ വലിയ NGO എന്ന പ്രസംഗം നടത്തുകയാണ്. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടയിടത്ത് RSS-നെ കുറിച്ച് പ്രസംഗിച്ചതിനെ കുറിച്ച് എന്താണ് BJP-ക്ക് പറയാനുള്ളത്? RSS-നെ കുറിച്ച് ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ NGO സന്നദ്ധ സേവന സംഘടന എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു വസ്തുതയാണ്, സത്യമാണ്, ശരിയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആ കാര്യം ഈ രാജ്യത്തിന് എതിരല്ല. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതേ RSS-ന്റെ സ്വയം സേവകരെ രാഷ്ട്രത്തിന് നൽകിയ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഗുരുജിയുടെ കാലത്ത്, രണ്ടാമത്തെ സർസംഘചാലകന്റെ കാലത്ത്, കാശ്മീരിൽ ഇന്ത്യക്ക് വിമാനമിറക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ അവിടെ വിമാനമിറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചത് ഇതേ RSS-നെയാണ്. അതുപോലെ ബംഗാളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമുണ്ടായപ്പോൾ ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുത്തതും അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടതും ഇതേ RSS-നെയാണ്. അപ്പോൾ രാജ്യം നേരിടുന്ന ഏതൊരു പ്രശ്നത്തിലും ആരും പറയാതെയും പറഞ്ഞിട്ടും അതാത് സമയത്ത് രംഗത്ത് വന്ന് രാജ്യത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ നെഹ്റുവിനെ പറ്റി പറഞ്ഞത് നന്നായി. നെഹ്റു ക്ഷണിച്ച RSS നേതാക്കളെ കുറിച്ച് അങ്ങ് പറഞ്ഞത് നന്നായി. പക്ഷെ നെഹ്റു എവിടെയും ഇല്ലല്ലോ. നെഹ്റുവിനെ കുറിച്ച് നിങ്ങൾക്ക് കുറ്റം പറയേണ്ട ഘട്ടത്തിലല്ലാതെ ആ പേര് നിങ്ങൾ ഓർമ്മിച്ചു കണ്ടില്ല. ഇന്നത്തെ പ്രസംഗത്തിലും നെഹ്റുവില്ല. എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികളെ അനുസ്മരിക്കാൻ തയ്യാറായില്ല ഈ പ്രസംഗത്തിൽ എന്നുള്ളതാണ്. RSS-നെ പുകഴ്ത്താൻ വേറെയും വേദികളുണ്ടല്ലോ. RSS-മായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആഭ്യന്തര ചർച്ചകൾ നടത്താമല്ലോ. RSS-ഉമായിട്ടുള്ള ചർച്ചകൾ ആഭ്യന്തരമായിട്ട് നടത്തണമോ, ആഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ വെച്ച് നടത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും യുക്തിബോധവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ശരി, സ്വാതന്ത്ര്യവും യുക്തിബോധവും. ശ്രീ P. ജയരാജൻ, ഇന്ന് മോദി നടത്തിയത് രാഷ്ട്രവിരോധമാണ്, ഇന്ന് നടത്തിയ പ്രസംഗം ശരിയല്ല എന്ന് CPM പ്രതികരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ RSS നേരത്തെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ BJP വക്താവ് പറഞ്ഞത്. അങ്ങ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നാമതായി RSS ഇന്ത്യൻ ഫാസിസത്തിൻ്റെ പ്രതിരൂപമാണ്. ഫാസിസ്റ്റുകൾ എങ്ങനെയാണോ ലോകത്ത് നുണ പ്രചരിപ്പിച്ചത് അതേ ശൈലിയാണ് RSS പിന്തുടരുന്നത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്വീകരിച്ചിട്ടുള്ള വഴി യുദ്ധഭ്രാന്ത് പടർത്തലാണ്. ഇവിടെ മതഭ്രാന്ത് പടർത്തുന്ന ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രതീതി നിർമ്മാണം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക, തെറ്റായ പ്രതീതി നിർമ്മാണം നടത്തുക,
ഇത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് നെഹ്റു തന്നെ വേറെ ആരെയും ആശ്രയിക്കാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, RSSനെയാണ് ആശ്രയിച്ചതെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 79ാമത് ദിനത്തിൽ നടത്തുന്ന പ്രസംഗത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്താണ് പങ്കാളിത്തം എന്ന കാര്യം നരേന്ദ്രമോദി പറയണ്ടേ? മിണ്ടിയിട്ടില്ലല്ലോ. ഈ BJP നേതാവിന് എന്താണ് പറയാനുള്ളത്? RSSകാർ വെറുതെ ഊർജം ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമരം തന്നെ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒന്നല്ല എന്ന് കണക്കാക്കിയവരാണ് RSSകാർ. ഈ നമ്മുടെ RSSൻ്റെ താത്വികാചാര്യനായിട്ടുള്ള ഗോൾവാൾക്കർ വിചാരധാരയിൽ 138 പേജിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിന് അടിത്തറയിട്ട പ്രാദേശിക ദേശീയതയുടെയും പൊതു അപകടത്തിൻ്റെയും സിദ്ധാന്തങ്ങൾ നമ്മുടെ യഥാർത്ഥ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിയമവും പ്രചോദനവുമായിട്ടുള്ള ഉള്ളടക്കം നമുക്ക് നഷ്ടപ്പെടുത്തുകയും നിരവധി സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ ഫലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളാക്കി മാറ്റുകയും ചെയ്തു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ അംഗീകരിക്കാത്തവരാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ, വെടിയേറ്റ് കൊല്ലപ്പെടുന്ന അവസരത്തിൽ, തൂക്കിലേറ്റപ്പെടുന്ന സന്ദർഭത്തിൽ RSSൻ്റെ ശാഖയിൽ കബഡി കളിച്ച വിദ്വാൻമാരാണ് മോദിയുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള RSSൻ്റെ അക്കാലത്തെ നേതാക്കന്മാർ. ഇതാണ് RSSും സ്വാതന്ത്ര്യ സമരവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയേണ്ടത് രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചാണ്. ആ ഭരണഘടനയെക്കുറിച്ച് മിണ്ടാതെ ഇവിടെ RSSനെ കുറിച്ച് പറയുന്നു, അത് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണെന്ന് പറയുന്നു. RSSൻ്റെ ചരിത്രം രാജ്യത്തിലെ വർഗീയ കലാപങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം കലാപങ്ങളിൽ RSSൻ്റെ പങ്കാളിത്തം പല ജുഡീഷ്യൽ കമ്മീഷനുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരി വർഗീയ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിലും RSSൻ്റെ പങ്കാളിത്തം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്നദ്ധ സംഘടനയല്ല, ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടൊരു സംഘടനയാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രം പരിശോധിച്ചാൽ 48 കാലത്തെ വിഭജന കാലത്തെ കലാപങ്ങൾക്ക് ശേഷം ഈ രാജ്യത്ത് ഭരണഘടന രൂപപ്പെട്ടു. ആ ഭരണഘടനയ്ക്ക് ശേഷം, ഭരണഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രാജ്യത്ത് പലയിടത്തും നടന്നിട്ടുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ, കലാപങ്ങളിൽ ഇതിലൊക്കെ പങ്കുവഹിച്ചവരാണ് RSSകാർ. ശരി. അപ്പോൾ മനുഷ്യ രക്തത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ള പിന്നെ ഹിംസ മൃഗത്തെപ്പോലെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നവരാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിന് ഒരു സന്നദ്ധ സംഘടനയുടെ പരിവേഷം കൊടുക്കുക, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫാസിസ്റ്റുകൾ എപ്പോഴും തെറ്റായ പ്രതീതി നിർമ്മാണമാണ് നടത്തുക. ഹിറ്റ്ലർ യുദ്ധഭ്രാന്ത് പറത്തിക്കൊണ്ടാണ് അവിടെ പ്രചരണം നടത്തിയെങ്കിൽ ഇവിടെ മതഭ്രാന്ത് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുക, വിഭജനം ഉണ്ടാക്കുക, ഇതാണ് അവർ പരിശ്രമിക്കുന്നത്. അഡ്വക്കേറ്റ് S. സൂര്യൻ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ അധികാരമുണ്ട് നിങ്ങൾക്ക് എന്തും പ്രസംഗിക്കാൻ എന്നുള്ളതാണല്ലോ അങ്ങ് പറഞ്ഞത്. ഈ RSS എന്ന സംഘടന പലതവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെ കാര്യത്തിനാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്? RSS എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടാണ്. ആണല്ലോ. എന്നാൽ ആ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഗാന്ധി വധത്തിന്റെ കേസ് നടക്കുമ്പോൾ അവിടെ RSSകാരനായ ഒരാളെ പോലും അതിന്റെ പ്രതിസ്ഥാനത്ത് ചേർക്കാൻ സാധിച്ചില്ല. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചപ്പോൾ കമ്മീഷൻ തന്നെ പറഞ്ഞു ഇതിനകത്ത് RSS ഇല്ല. അവിടെ ശിക്ഷിക്കപ്പെട്ടവരും പ്രതി ചേർക്കപ്പെട്ടവരും മുഴുവൻ ഹിന്ദു മഹാസഭയുടെ ആൾക്കാരാണ്. ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് RSS അല്ല, അത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ ഹിന്ദു മഹാസഭയും RSSും ഒന്നാണ് എന്ന് വരുത്തി തീർക്കുന്ന, നേരത്തെ ജയരാജൻ പറഞ്ഞ പ്രതീതി നിർമ്മാണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു മഹാസഭയുടെ ഭാഗമായി നിങ്ങൾക്ക് വീർ സവർക്കർ അല്ല, സവർക്കർ വിവിധ ശാഖകളല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? സവർക്കർ അല്ല, സവർക്കറെയാണല്ലോ ഗാന്ധിയെക്കാളും ഉയരത്തിൽ പ്രതിഷ്ഠിച്ച സവർക്കറാണ്. ശരി ശരി. ശ്രീ ജയരാജൻ, നിങ്ങൾ ഈ RSS നിരോധനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹിന്ദു മഹാസഭയാണ് അത് RSS അല്ല എന്ന് പറയും. ഇനി സവർക്കറുമായി ബന്ധപ്പെട്ട ഗാന്ധിവാദത്തിലെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതിയായില്ലല്ലോ, അദ്ദേഹത്തിന് തെളിവില്ലായിരുന്നല്ലോ എന്ന് പറയും. ഈ രൂപത്തിൽ തട്ടിയും മുട്ടിയും കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ
ഗാന്ധി വധത്തിലെ 6ാം പ്രതിയായിരുന്നു. പിന്നീട് തെളിവുകളില്ല എന്ന് കോടതി പറഞ്ഞ് വെറുതെ വിടുമ്പോൾ മര്യാദയ്ക്ക് ചോദ്യം ചെയ്തില്ല എന്ന ധ്വനിയോടുകൂടിയാണ് കോടതി ആ ഉത്തരവിട്ടത്, തെളിവുകളില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കപൂർ കമ്മീഷൻ ഉണ്ടല്ലോ. കപൂർ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യം കപൂർ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? നിങ്ങൾ സവർക്കറെ വീർ സവർക്കറാക്കുന്നതാണ് അല്ലേ? വാജ്പേയിയുടെ കാലത്ത് പാർലമെന്റിൽ സവർക്കറുടെ പടം എത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സ്വീകാര്യത സൃഷ്ടിക്കുന്നു. സവർക്കറെ ഗാന്ധിയുടെ തൊട്ടുമുന്നിലില്ല, ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ അടിച്ചിറക്കിയ പോസ്റ്ററിനെ കുറിച്ച് എന്താണ് പറയാനുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ? ഗാന്ധിയേക്കാൾ വലിപ്പത്തിൽ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ അടിക്കുമ്പോൾ എന്താ ചർച്ച നടത്താത്തെ? മനസ്സിലായില്ല. മഹാത്മാഗാന്ധിയേക്കാൾ മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നുള്ള പോസ്റ്റർ അങ്ങ് എവിടെയാണ് കണ്ടത്? എന്തുകൊണ്ടാ? അല്ലല്ല, എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി പറഞ്ഞത്? ഇതൊരു എവിടെയാ കാണാത്തത്? റോഡിലിറങ്ങി നോക്കണം. അല്ല ശ്രീ ജയസൂര്യൻ, അങ്ങനെ കാര്യങ്ങളെ മാറ്റാതിരിക്കും. ഉത്തരവാദപ്പെട്ട പെട്രോളിയം വകുപ്പ് പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന പോസ്റ്ററാണല്ലോ. ആ പോസ്റ്ററിൽ ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ എങ്ങനെ സവർക്കർ, അവിടെ സവർക്കർ എങ്ങനെ വരുമെന്ന ചോദ്യം ആദ്യം, രണ്ടാമത് ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ എങ്ങനെ വരുമെന്ന ചോദ്യം. എന്താണ് അതിന് പറയാനുള്ളത്? നെഹ്റു എവിടെയെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. സവർക്കറെ വീർ സവർക്കർ എന്ന് ആദ്യം വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം 27ാമത്തെ വയസ്സിൽ 50 വർഷക്കാലം ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനും. ആ വ്യക്തിയെ വീരൻ എന്ന് ആദ്യമായി ഇന്ത്യ മഹാരാജ്യത്ത് വിളിച്ചത് ഇതേ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം വീർ സവർക്കറിൻ്റെ ചിത്രം വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന് വലിപ്പം കൂടിയാലും ഉയരം കൂടിയാലും. അതുപോലെ തന്നെ വീർ സവർക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ ആദരിച്ചുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി 1970 പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കി. 1980 അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിന് ഈ ഇന്ദിരാഗാന്ധി ആശംസാ സന്ദേശം അയക്കുമ്പോഴും രാഷ്ട്രത്തിൻ്റെ മഹാനായ പുത്രൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്ന കാര്യമാണ്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ സവർക്കർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം അവതരിപ്പിച്ചതിൽ ഒപ്പിട്ടിരിക്കുന്നത് ശ്രീമാൻ AKG ആണ്. CPIM-ന്റെ ആചാര്യനായിട്ടുള്ള കാര്യം. വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോഴാണ് പാർലമെന്റിൽ സവർക്കറുടെ പടം വന്നത്. ശരി, ദിനുവയിലേക്ക്. ദിനു, ഇതാണ് ഒരു പ്രതിരോധമായി BJP ആവർത്തിച്ച് പറയുന്ന കാര്യം. കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ സവർക്കറെ എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ പ്രതിരോധമൊന്നുമല്ല, അല്ല, നിങ്ങൾ ആവർത്തിച്ച് പറയാറുള്ളൂ പ്രതിരോധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായി വരുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രതിരോധ മാർഗം എന്നാണ് ഉദ്ദേശിച്ചത്. പ്രതിരോധമായി നിങ്ങൾ തിരിച്ചു പറയുന്ന വാദം എന്നാണ് ഉദ്ദേശിച്ചത്. ദിനു, ഇതാണ് സ്ഥിരമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സവർക്കർ ഗാന്ധി വധത്തിലെ പ്രതി എന്ന് പറഞ്ഞതിന് രാഹുൽ ഗാന്ധി കയറി ഇറങ്ങുകയാണ് കോടതികൾ, അറിയാമല്ലോ. കോടതി എന്താണ് തിരിച്ചു പറഞ്ഞതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സവർക്കറെ ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പോസ്റ്റർ ഇറക്കിയതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാൻ തക്ക അവസ്ഥയിലേക്ക് BJP എത്തുകയാണ്, കേന്ദ്ര നേതൃത്വം എത്തുകയാണ്, സർക്കാർ എത്തുകയാണ്. അവർക്ക് എന്തും വ്യാഖ്യാനിക്കാം, ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് പ്രസംഗിക്കാം. അതിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. ആ തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈയിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബൂത്തിനകത്ത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി മരണപ്പെട്ട ആളുകളുടെയൊക്കെ ഫോട്ടോ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുകയും ആ ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് അറിയാതെ ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോസ്റ്ററിൽ ഇട്ടതാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെ എന്താണ് സവർക്കർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ, ആ പോസ്റ്ററിൽ ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി ചെയ്ത മഹത്തായ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കോൺട്രിബ്യൂഷൻസ് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. എന്തൊക്കെയാണ് ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് 50 വർഷം തടവ് എന്ന് പറയുന്നു. പക്ഷേ അതിൽ 37 വർഷമായി ആ തടവ് കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ ആൻഡമാനിലെ ജയിലുകൾക്കകത്ത്, സെല്ലുലാർ ജയിലുകൾക്കകത്ത് ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുള്ള, അവിടെ നിന്ന് ഈ പറയുന്ന സവർക്കർ ചെയ്ത പോലെ തന്നെ മേഴ്സി പെറ്റീഷൻസ് അയച്ചിട്ട് പോലും
പിന്നീട് തുടർച്ചയായി രാജ്യസ്നേഹത്തോടു കൂടി രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ പേര് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചക്രവർത്തി ചത്താർ സിംഗ്, ബാബെ ഗുരുമുഖ് സിംഗ് അടക്കമുള്ള ആളുകൾ, അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇന്ദു ഭൂഷൺ റോയ് അടക്കമുള്ള ആളുകൾ, അലാമ ഫസ്ലി ഹക്കിനെ പോലെ അവിടെ നിന്ന് മരണം വരിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ, മൗലാന ലിക്കായത്ത് അലിയത്തെ പോലെ സെല്ലുലാർ ജയിലിൽ കിടന്നു മരിച്ച മനുഷ്യന്മാർ, ഗദാർ റവല്യൂഷണറികൾ, ഇങ്ങനെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു ജയിലാണ് ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. പക്ഷെ ആ ജയിലിൽ വെച്ചുകൊണ്ട് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പകരം ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിക്കൊണ്ട് മാപ്പെഴുതി പുറത്തു വന്ന ഒരാളാണ് സവർക്കർ എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതിൽ 30 മാർച്ച് 1920 ചീഫ് കമ്മീഷണർ എഴുതിയ ഒറ്റ കത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി. ലോയലി കോപ്പറേറ്റ് വിത്ത് ബ്രിട്ടീഷ് എന്ന് വളരെ കൃത്യമായി പറയുകയും ബ്രിട്ടീഷുകാരുടെ കൈകളിൽ സ്നേഹത്തിന്റെ ബന്ധം, ബഹുമാനം, പരസ്പര ബഹുമാനം എന്നുള്ളതൊക്കെ ഞാൻ നൽകുമെന്നും ഇന്ത്യക്കാരല്ല എന്നതിനാൽ ഒരു വംശത്തോടും എനിക്ക് വെറുപ്പില്ലെന്നും ഇതൊരു പുതിയ ജന്മമാകട്ടെ എന്നും ആ പുതിയ ജന്മത്തിൽ ഐ വിൽ ബി പേഴ്സണലി അറ്റാച്ച് ആൻഡ് പൊളിറ്റിക്കലി യൂസ്ഫുൾ ഇൻ ഫ്യൂച്ചർ എന്ന് വളരെ കൃത്യമായി എഴുതി കൊടുത്ത ആളാണ് സവർക്കർ എന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഞാൻ നല്ല സ്വഭാവം കാണിച്ചിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ട ബ്രിട്ടീഷ് അധികാരികളെ എന്നും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ്ലി ബോണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് 1913 നവംബർ 14 റെജിനാൾഡ് ക്രാറ്റ്ഡോക്കിനും അദ്ദേഹം നടത്തിയുള്ള പരാമർശങ്ങൾ നമുക്കറിയാം. ആ ജയിലിനകത്ത് നിരന്തരം ആത്മഹത്യകൾ ഉണ്ടായ സമയത്ത്, ഓരോ മാസവും 3ഓളം ആത്മഹത്യകൾ ഉണ്ടായ സമയത്ത് ത്രൈലോകാനന്ദ് ചക്രവർത്തിയെ പോലുള്ള ആളുകൾ ആ ആത്മഹത്യക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഒപ്പം നിന്നിട്ടില്ലാത്ത ആളാണ്, ഒരു പ്രതിഷേധത്തിലും പങ്കെടുക്കാത്ത ആളാണ് ഈ പറയുന്ന വി.ഡി. സവർക്കറിന്റെ ധീരമായ ചരിത്രം എന്ന് പറയുന്നത്. നോക്കൂ, അദ്ദേഹം മാപ്പെഴുതി കൊടുത്തത് 5 വർഷത്തേക്ക് ഞാൻ ഈ ഒന്നിന്റെ ഭാഗമാകില്ല എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന്റെ. പക്ഷെ അദ്ദേഹം ഭാഗമായി. എന്തൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നയിച്ച ധീരോജ്വലമായ പ്രവർത്തനങ്ങൾ? പള്ളികൾക്ക് മുമ്പിൽ പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ പാട്ട് വെക്കുക എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ ധീരോജ്വലമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. ആൻഡമാനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ദൈവം, ഒരു രാജ്യം, ഒരു ലക്ഷ്യം, ഒരു വംശം, ഒരു ജീവിതം, ഒരു ഭാഷ എന്നുള്ള മുദ്രാവാക്യം കൂടെ ചില ആളുകളെ കൊണ്ട് ഓത്തെടുപ്പിച്ചിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇവിടെയും തീർന്നില്ല. നോക്കൂ, സുഭാഷ് ചന്ദ്രബോസിനെ വാനോളം വാഴ്ത്തുന്ന ആളുകളാണല്ലോ പലപ്പോഴും RSSും BJPക്കാരും. അവർ മറുപടി പറയേണ്ടതുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് 2ാം വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ ആർമി അടക്കമുള്ള വലിയ ഫോഴ്സ് ഉണ്ടാക്കി ആർമിയിലെ ആയിരക്കണക്കിന് സോൾജിയേഴ്സ് മരിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ആരാണ് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകളെ INA ഒറ്റിക്കൊടുത്തതെന്ന്. ഹിന്ദു മഹാസഭയുടെ 23ാം സെഷൻ 1941 നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായി റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളാണ്, ബ്രിട്ടീഷ് ആർമിയിലേക്ക് ആവശ്യമായ റിക്രൂട്ട്മെന്റ് സേനകളെയാണ് ഇവർ പ്രദാനം ചെയ്തുകൊണ്ടേയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മധുര സെഷനിൽ വളരെ കൃത്യമായി ബോസ് അടക്കമുള്ള ആളുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന റവല്യൂഷണറി ആക്ടുകളെ ഇവർ കൃത്യമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നേപ്പാൾ രാജാവിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും പ്രകീർത്തിച്ച് നടന്ന ഒരാളാണ്. ആരാണ് ഈ നേപ്പാൾ രാജാവ്? വളരെ കൃത്യമായി ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂർഖകളെ അയച്ച നേപ്പാൾ രാജാവിന്റെ കയ്യിലേക്ക് ഇന്ത്യൻ ഭരണം പോകണമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വി.ഡി. സവർക്കർ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 2 നേഷൻ തിയറി, ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ വിഭജിക്കുക, മുസ്ലിങ്ങൾക്കും ഇന്ത്യക്കും വേണ്ടി 2 രാജ്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് 2 നേഷൻ തിയറി അവതരിപ്പിച്ചപ്പോൾ ഗാന്ധി തന്നെ പരസ്യമായി തള്ളിക്കളഞ്ഞിട്ടുള്ള ആളാണ് ആ ഘട്ടത്തിൽ വി.ഡി. സവർക്കർ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ സവർക്കറെയാണ് വീരെന്ന് വിളിച്ചത് ഗാന്ധിയാണെന്ന് പറയുന്നത്. സവർക്കർക്ക് ഗാന്ധിയെ കണ്ടുകൂടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അരുൺ ഷൂരിയാണ് കേട്ടോ. അരുൺ ഷൂരി വാജ്പേയി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് പറയുന്നു. പിന്നീട് നടത്തിയ അഭിമുഖങ്ങളിലും അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഡോക്ടർ PJ വിൻസെന്റ്, RSSന് രാഷ്ട്രനിർമ്മാണത്തിൽ എന്താണ് പങ്ക്? രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കുണ്ട് എന്നത് അനുസ്മരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. 100 വർഷമായിരിക്കുന്ന ഈ സംഘടനാ ലോകത്തെ തന്നെ വലിയ NGO ആണെന്ന് പറയുന്നതോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലെ RSSന്റെ പങ്കിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി വാചാലനായത്. അങ്ങനെ ഒരു പങ്കുണ്ടോ യഥാർത്ഥത്തിൽ? ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ RSS ഏതു ഭാഗത്തായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ഏകശിലാരൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രവാഹമായിട്ട് മാത്രമോ ഉള്ളതല്ല. അത് നിരവധി ധാരകളിലൂടെ വളർന്ന് വികസിച്ച ഒരു ജനകീയ പ്രസ്ഥാനമാണ്. അത് ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ റവല്യൂഷണറി ടെററിസ്റ്റ് സമീപനമാണ് സ്വീകരിച്ചത്. അത് അറിയാലും സ്വാതന്ത്ര്യം അടക്കമുള്ള ഗദർ പാർട്ടിയാണെങ്കിലും
മാഡം വിക്യാരി കാമയുടെ നേതൃത്വത്തിൽ യൂറോപ്പിലുള്ള പ്രവർത്തനമാണെങ്കിലും അഭിനവ് ഭാരത് തുടങ്ങിയിട്ടുള്ള സംഘങ്ങൾ, അതിൽ സവർക്കർ അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ജപ്പാൻ കേന്ദ്രീകരിച്ച് റാഷ് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം. അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്ത് പ്രവർത്തിച്ച ധാരാളം സംഘടനകൾ, അവരെല്ലാം സായുധ കലാപത്തിലൂടെ അല്ലെങ്കിൽ മിലിറ്ററി സൈനിക നടപടിയിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നാഗ്രഹിച്ചവരായിരുന്നു. അതേസമയം ഇന്ത്യക്കകത്ത് മുഖ്യധാര മഹാത്മാഗാന്ധി നെഹ്റു പാരമ്പര്യം മുന്നോട്ട് വയ്ക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ജനകീയ മുന്നേറ്റമായിരുന്നു. ഇന്ത്യക്കകത്ത് തന്നെ റവല്യൂഷണറി ടെററിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. സൂര്യസെന്നിന്റെ പ്രസ്ഥാനം, ഭഗത് സിംഗിന്റെ പ്രസ്ഥാനം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബഹുതല പ്രസ്ഥാനമായിരുന്നു. അതിൽ RSSകാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അതൊക്കെ ചരിത്രപരമായ ഒരു ഫാക്റ്റാണ്. പക്ഷേ ഒരു സംഘടന എന്ന നിലയ്ക്ക് RSS എന്ത് നിലപാടാണ് എടുത്തിരുന്നത്? ഹിന്ദുക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകേണ്ടതില്ല എന്നൊരു നിലപാട് എടുത്തിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിരുന്നില്ലേ RSS? കറക്റ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ RSSകാർ പല ഘട്ടങ്ങളിലും പല കേസുകളിലും 1942 സ്വാതന്ത്ര്യ സമരത്തിലും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലൊക്കെ RSSന് പല നേതാക്കന്മാരും പ്രതികളായതും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ടൊക്കെ ചരിത്രപരമായി നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം തെളിവുകളുണ്ട്. അതേസമയം ഐഡിയോളജി ഒരു ഘട്ടത്തിലും ആധുനിക ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്നില്ല RSS എന്നതാണ് നമ്മൾ ശക്തമായി പറയേണ്ടുന്ന കാര്യം. അതാണ് ചരിത്ര വസ്തുത. ഇൻഡിവിജ്വലായിട്ട് വ്യക്തികൾ എന്ന നിലയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ RSSന്റെ നിരവധി വളണ്ടിയർമാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒട്ടനവധി ആളുകൾ പല ഘട്ടങ്ങളിലും കേസുകളിലൊക്കെ ഉൾപ്പെട്ട് ജയിലിലും പോയിട്ടുണ്ട്. അതിന് ധാരാളം ചരിത്രപരമായ തെളിവുകളുണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കരുത്. അതേസമയം ഐഡിയോളജിക്കലി ഇന്ന് നമ്മൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രം എന്താ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 1950 ജനുവരി 26 അങ്ങനെയാണ് ഒരു സ്വതന്ത്ര പരമാധികാര ഇന്ത്യ. ആ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ ഒരു സെക്യുലർ ഇന്ത്യയാണ്, സോഷ്യലിസ്റ്റ് ഇന്ത്യയാണ്. അതിന്റെ അടിസ്ഥാനം ഇൻക്ലൂസീവ് നാഷണാലിസമാണ്. എല്ലാവരെയും അങ്ങനെ ഒരു സന്ദേശം, എല്ലാവരും ഉൾക്കൊള്ളുന്ന സന്ദേശമാണോ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നതെന്ന ചോദ്യമുണ്ടല്ലോ. ഇന്നലെ തന്നെ വിഭജന ഭീതി ദിവസമായിരുന്നു. എന്തിനാണ് ഒരു ഭീതി പിന്നെയും വിതയ്ക്കുന്നതെന്ന ചോദ്യം. ചരിത്രത്തിലെ വിഭജനമാണോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഭജനമാണോ പരിശോധിക്കേണ്ടതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതെ, അത് വളരെ സ്മൃതി പറയുന്നത് വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അഡ്രസ് ചെയ്തേ ആധുനിക ജനാധിപത്യ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ പ്രത്യയശാസ്ത്രപരമായി RSS മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയും ഇന്നത്തെ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭാരതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സെക്കുലർ ഇൻക്ലൂസീവ് നാഷണലിസമാണ്. മതേതര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ബോധവും ദേശീയതയും ആധാരമാക്കിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം നിലനിൽക്കുന്നത്. ആ പ്രത്യയശാസ്ത്രവുമായിട്ട് RSSന് പുലബന്ധം പോലുമില്ല. അത് മുന്നോട്ട് വയ്ക്കുന്നത് മതരാഷ്ട്രവാദമാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത ഹിന്ദുത്വ നാഷണാലിസമാണ്. അപ്പോൾ ഇന്ത്യയുടെ മതേതര സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന മതേതര ജനാധിപത്യ ദേശീയതയും ഹിന്ദുത്വ മതദേശീയതയും ഒരു കാരണവശാലും ഒരുമിച്ച് പോകില്ല. അവിടെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഭാരതത്തിനുള്ളത്. അതിന്റെ പ്രിയാമ്പിളിലാണ് നമ്മൾ ഭാരതത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനേഷനിൽ പിന്നീട് നമ്മൾ സെക്കുലറിസവും സോഷ്യലിസവും കൂട്ടിച്ചേർത്താണ് പിന്നീട്. അതിനർത്ഥം ഇതിനു മുമ്പ് സെക്കുലറിസവും സോഷ്യലിസവും ഇല്ല എന്നുള്ളതല്ല. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനും ഊന്നിപ്പറഞ്ഞ ഒരു ഇന്ത്യയിലെ സെക്കുലറിസത്തെ സംബന്ധിച്ച് അത് ഭരണഘടനയെ സമിതിയിലെ ഡിബേറ്റുകൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഡിബേറ്റുകളുടെ എല്ലാം അവസാനം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ ഫൗണ്ടിങ് ഫാദേഴ്സ് ആൻഡ് ഫൗണ്ടിങ് മദേഴ്സ് ഇവർ രണ്ടുപേരും ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കണം, നമ്മുടെ ദേശീയത ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരെയും ഉൾപ്പെടുന്നതായിരിക്കണം, അത് നിരവധി പുഷ്പങ്ങൾ പൂത്തുലഞ്ഞ ഒരു മലർവാടി പോലെ ആയിരിക്കണം എന്ന് വളരെ പോയിറ്റിക്കായി പറയുന്ന ഒരു സന്ദേശമാണ്. അതിൽ നിന്ന് വിപരീത റബ്ബർ തോട്ടം പോലെയുള്ള ഒരു രാഷ്ട്രത്തെ, ഏകവിള തോട്ടം പോലെ ഒരു രാഷ്ട്രത്തെയാണ് RSS സങ്കല്പിക്കുന്നത്.
അതിനോടാണ് നമ്മുടെ വിയോജിപ്പ്. അത് ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ കഠിനമായ വിമർശനം ഈ പ്രസംഗത്തോടും അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തോടും നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ അങ്ങേക്ക് മറുപടി നൽകാം. ഒരു മതേതര കാഴ്ചപ്പാടില്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. നിങ്ങൾക്ക് മതേതര കാഴ്ചപ്പാടല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ടോ? സ്മൃതി, ഒരു കാര്യം കൂടി ചോദിക്കൂ. നേരത്തെ ചോദ്യം ഉണ്ടല്ലോ, RSS രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്ന ചോദ്യമുണ്ട്. ശരിയാണ്, RSS എന്ത് പങ്കുവഹിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ശരിയാണ് ശ്രീ പി ജയരാജൻ. അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞോളൂ, അതിനും കൂടി ചേർത്ത് പറഞ്ഞോളൂ. പി ജയരാജൻ മറുപടി ഞാൻ പറയും, എന്നെ അനുവദിക്കണേ. ഓക്കെ, അപ്പം RSS മതേതരത്വത്തെ അങ്ങേയറ്റം മാനിക്കുന്നു. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് RSSന് ആവശ്യമില്ല, BJPക്ക് ആവശ്യമില്ല. ഇപ്പോൾ RSSൻ്റെ ആണല്ലോ BJP എന്ന് പറയുന്നല്ലോ. ആ BJP ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളും BJP അധികാരത്തിലിരിക്കുകയാണ്. ഒരു തവണ അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല, 1, 2, 3 തവണ തുടർച്ചയായി മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. എങ്ങനെ ഭരണത്തിലേക്ക് വന്നു എന്ന സംശയമാണല്ലോ ഇപ്പോൾ നമ്മൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ, തടസ്സപ്പെടുത്തുകയല്ല, ഇടയ്ക്കൊന്ന് പറഞ്ഞു. ചോദ്യം മതിയെങ്കിൽ ചോദ്യം ചോദിച്ചോളൂ. തടസ്സപ്പെടുത്തുകയല്ല, അങ്ങ് പറഞ്ഞോളൂ. ചോദ്യം മതിയെങ്കിൽ ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ളത് BJPക്കാണ്, കോൺഗ്രസിനും കേരള കോൺഗ്രസിനുമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ളത് BJPക്കാണ്, കേരള കോൺഗ്രസിനുമല്ല. അപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി BJP അധികാരത്തിൽ വരുന്നത് ആ മതേതരത്വം, BJP മുന്നോട്ട് വെക്കുന്ന മതേതരത്വം, RSS മുന്നോട്ട് വെക്കുന്ന മതേതരത്വം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതേപോലെ തന്നെ പട്ടികജാതി, പട്ടികവർഗം, ആദിവാസി, ദളിത്, OBC, പിന്നോക്കം ഏറ്റവും കൂടുതൽ MLA-മാരും MP-മാരും മന്ത്രിമാരും ഉണ്ടായത്, എന്തിനേറെ രാഷ്ട്രപതി വരെ ഉണ്ടായത് BJPക്കാണ്, കോൺഗ്രസിനല്ല, CPM-നല്ല, മറ്റാർക്കുമല്ല. ഇതൊക്കെ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടാകുന്നതല്ല. അങ്ങനെയാണ് ഒരു തവണയുണ്ടാകൂ. നിരന്തരമായി ജനങ്ങൾ BJPയെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ കാരണം RSS എന്ന് പറയുന്ന BJPയുടെ പശ്ചാത്തലമൊരുക്കിയ മാതൃസംഘടന, ആ മാതൃസംഘടന യഥാർത്ഥത്തിലുള്ള ഭാവാത്മക മതേതരത്വത്തെ അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, രാജ്യം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ആശങ്കകളും ചോദ്യങ്ങളും എത്രമാത്രമാണ് ഉയരുന്നത് ഈ കേരളത്തിൽ മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. AKG ആണ് പാർലമെന്റ് പ്രമേയത്തിനകത്ത് ഇതേ സവർക്കർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമീപകാലത്ത് ഇസ്ലാമിക വോട്ട് ബാങ്ക് ശക്തമായി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സവർക്കർക്ക് ഇടതുപക്ഷത്തിന് അനഭിമതനായി മാറി, കോൺഗ്രസിന് അനഭിമതനായി മാറി. അപ്പോൾ സംഘടിത ഇസ്ലാമിക വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ പിന്നെ AKG എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഈ പറഞ്ഞ പ്രമേയം എഴുതിയത്? പാർലമെന്റിൽ ഈ പ്രമേയം അവതരിപ്പിച്ചപ്പോ AKG സവർക്കറുടെ പേരെടുത്ത് പറഞ്ഞ് അതിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ആ AKG പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ RSSനുള്ള പങ്ക് അങ്ങ് ഒന്ന് പറയൂ, വിശദീകരിക്കൂ. പറയാം, കൃത്യമായിട്ട് പറയാം. ഞാനത് പറയുമ്പോ അരുൺ ഷൂരി പറഞ്ഞ വാചകങ്ങൾ കൂടി മറുപടി തരണേ. എല്ലാം കൃത്യമായിട്ട് പറയാം. ഓക്കെ, അതായത് NSSന്, SNDPക്ക്, ആര്യ സമാജത്തിന്, ബ്രഹ്മസമാജത്തിന്, രാമകൃഷ്ണ മിഷന്, കത്തോലിക്ക കോൺഗ്രസിന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് RSSന് എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നത്. കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, മറുപടി വേണ്ടേ? ചോദ്യം മതിയോ? പറഞ്ഞോളൂ. അപ്പൊ സംഗതി ഇതാണ്. RSS എന്ന് പറയുന്നത് ഓക്കെ നല്ല കാര്യം. RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അതൊരു സാമൂഹിക സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്തുള്ളവർക്ക്, ഞാൻ പറഞ്ഞോട്ടെ, ആ സംഘടനയ്ക്കകത്തുള്ളവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കൃത്യമായ തെളിവാണ് പറയുന്നത്. 1921 നിസ്സഹകരണ പ്രസ്ഥാന സമരത്തിൽ പങ്കെടുത്ത
RSS സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ബെഡ്ഗേവാർ 1921 ഓഗസ്റ്റ് 19 അറസ്റ്റിലാവുകയും 1922 ജൂലൈ 12 മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മോചിപ്പിച്ച് അദ്ദേഹം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോട്ടിലാൽ നെഹ്റു, ഹക്കീം അഹമ്മദ് ഖാൻ, വിഠൽഭായ് പട്ടേൽ, ഡോക്ടർ AN അൻസാരി, ശ്രീ C രാജഗോപാലാചാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. ഇതിനൊരു കാരണമുണ്ട്. അതിനു മുമ്പ് നടന്ന 1919 പഞ്ചാബിൽ വെച്ച് നടന്ന അമൃത്സറിലെ AICC സമ്മേളനത്തിൽ 500 വോളണ്ടറിയന്മാരെ, ഹിന്ദുസ്ഥാൻ സേവാദളായിരുന്നു ആദ്യം, പിന്നെ ഹിന്ദുസ്ഥാൻ എടുത്തു കളഞ്ഞ് ഇപ്പോൾ സേവാദൾ മാത്രമേ ഉള്ളൂ. ആ ഹിന്ദുസ്ഥാൻ സേവാദളിന്റെ 500 വോളണ്ടറിയന്മാരെ സംഘടിപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ കേശവ ബൽറാം ബെഡ്ഗേവാർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം മധ്യഭാരത പ്രൊവിൻസിന്റെ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യം കോൺഗ്രസിനകത്ത് അദ്ദേഹം ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണ്. ഇത് മാത്രമല്ല, അതിനുശേഷം കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്നിവർക്ക് ഒളിവിൽ താമസിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനവും നടത്താൻ വേണ്ടി സംവിധാനം ചെയ്തു കൊടുത്തത് RSSന്റെ ഡൽഹി സംഘചാലകായ ഹൻസ്രാജ് ഗുപ്തയുടെ വീട്ടിലാണ്. അവിടെയാണ് ഒളിവിൽ താമസിച്ചത്. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളായിരുന്ന അച്യുത് പട്വർത്തൻ, സാനെ ഗുരുജി എന്നിവർ പൂനെയിലെ സംഘചാലകായിരുന്ന സാഹിബ് ദേശ്മുഖിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് അവർ ഇത് ചെയ്തത്. ഇത് മാത്രമല്ല, ബ്രിട്ടീഷ് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു വീണ നേതാക്കന്മാരുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടപെടരുത്. മറുപടി പറയാൻ സമ്മതിക്കണം. മറുപടി പറയാൻ സമ്മതിക്കണം. സംഘടനയുടെ നിലപാട് അല്ല, മറുപടി പറയാൻ സമ്മതിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ വിട്ടുപോകരുത്. എന്തിനാ ഈ ചോദ്യം മാത്രം? അപ്പം മറുപടി വേണ്ടേ? അപ്പോൾ സംഗതി ഇതാണ്. അതായത് അഹമ്മദാബാദിൽ നിന്നുള്ള RSS നേതാവായിട്ടുള്ള 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വെടിയേറ്റു മരിച്ച ഉമാകാന്ത ഖാദിയ ആരെങ്കിലും പറയുമോ? സിന്ധിൽ നിന്നുള്ള 19 വയസ്സുള്ള ഹേമ കല്യാണി RSS സ്വയംസേവകൻ റെയിൽവേ തടഞ്ഞു എന്നതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റു മരിച്ചതാ. ചിമൂർ അഷ്ടി എന്ന് പറയുന്ന സ്വയംസേവകൻ 42 ക്വിറ്റ് ഇന്ത്യ സമരവേദിയിൽ ദേശീയ പതാക ഉയർത്തി ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു വന്നതാണ്. ഇങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അവരൊക്കെ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായി ഇടപെടാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ അന്ന് RSS കൊടുത്തിരുന്നത്. RSS എന്ന് പറയുന്ന സംഘടന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും നേതാക്കൾ ഉണ്ടെങ്കിൽ, RSSന്റെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ സവർക്കറെ നിങ്ങൾ കൊണ്ടുവരുന്നത്? സവർക്കറും RSSും തമ്മിലാണെങ്കിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നു താനും. ഒഴിഞ്ഞു മാറരുതേ. മറുപടി പറയുമ്പോൾ വഴിതെറ്റി പോകരുത്. ഒരു വഴിതെറ്റിലുമില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സംഘടന എന്ന നിലയ്ക്കെടുത്ത നിലപാട് എന്ത്? അങ്ങ് കുറെ പേരുകൾ പറയുന്നു. ആ പേരുകൾ ഉണ്ടാകാതിരിക്കാം. ഇപ്പോൾ ശ്രീ PJ വിൻസെന്റ് ചരിത്രകാരൻ പറഞ്ഞതും അതാണ്. RSSലെ ചില നേതാക്കൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുണ്ട്. പക്ഷേ സംഘടന എന്ന സംവിധാനം എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമില്ല. ഉത്തരമുണ്ട്. അത് പറയാൻ സമ്മതിച്ചാൽ മതി. ഉത്തരമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. NSS, SNDP എന്ന് പറയുന്ന പോലെയുള്ള, അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ്, സമസ്ത എന്ന് പറയുന്നത് പോലെയുള്ള, ആര്യസമാജം, ബ്രഹ്മസമാജം, രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഘടനയാണ് RSS അന്നും ഇന്നും. അങ്ങനെയുള്ള സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? അങ്ങ് പറയൂ, RSS എന്ന സംഘടനയെ കുറിച്ച് വിശദീകരിക്കും. അങ്ങയുടെ സമയം തരികയാണ്. ഈ സംഘടന എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? എവിടെയാണ് അതിന്റെ കണക്കുകൾ ഉള്ളത്? എത്ര പേരുണ്ട് എന്നതിന്റെ കണക്ക് എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ NGO സംഘടന എന്നങ്ങനെ പ്രധാനമന്ത്രി എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കാരവൻ മാഗസിൻ നടത്തിയ ഒരു അന്വേഷണമുണ്ട്, ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് RSS ഒരു രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി പോലും അല്ല എന്നാണ്. സൊസൈറ്റി ആയിട്ട് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കണക്കെടുപ്പ് നടക്കുന്നത്? കൃത്യമായിട്ടും ഇന്ത്യൻ ഭരണഘടനയോട് വിധേയത്വമായി ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ആനുവലായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയും ഒരു സംഘടന എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ നിയമപരമായ ബാധ്യതയും നിറവേറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് RSS. എന്ന് മാത്രമല്ല, അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസുകളുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്, ഇതിന് ഓരോന്നിനും രജിസ്ട്രേഷൻ ഉണ്ട്, അതിനൊക്കെ ഭാരവാഹികളുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് അന്വേഷിച്ച് കണ്ടെത്താം. ഇനി അല്ല എന്ന് ഇപ്പോൾ സ്മൃതി പറഞ്ഞതുപോലെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കേസ് കൊടുക്കും. നിയമവിരുദ്ധ സംഘടനയാണ്. രജിസ്ട്രേഷൻ ആക്ടും ഇൻകം ടാക്സ് ആക്ടും കമ്പനീസ് ആക്ടും ഒക്കെ ബാധകമാണോ ഈ സംഘടനയ്ക്കും?
ബാധകമാണ്, ആർക്കും പരിശോധിക്കാം. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കള്ള സംഘടനയല്ല, ഇതൊരു രഹസ്യ സ്വഭാവമാണെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. ഇവിടെ കോടതികളില്ലേ? അപ്പൊ ഈ കാരവന്റെ പഠനത്തിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാമല്ലോ. കാരണം കാരവൻ പറയുന്നു നിങ്ങൾ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സംഘടനയാണെന്നേ. കഴിഞ്ഞ മാസത്തെ കാരവനിലാണ് ആ ലേഖനം. ഞങ്ങൾക്ക് പരാതിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്നില്ല. പരാതി ഉള്ളവർ കേസ് കൊടുക്കൂ. ശരി, ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ. അങ്ങ് പറഞ്ഞ ആരോപണത്തിന് ശ്രീ പി ജയരാജൻ മറുപടി ആവട്ടെ. ശ്രീ പി ജയരാജൻ, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ AK ഗോപാലൻ AKG സവർക്കർക്ക് വേണ്ടി പ്രസംഗിച്ചു, സവർക്കർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചു. എനിക്ക് മനസ്സിലായില്ല. പ്രമേയം അവതരിപ്പിച്ചു പാർലമെന്റിൽ. പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. സ്മൃതി ഞാൻ പറയാം. അതെ സ്മൃതി ഇവിടെ നേരത്തെ വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം ചോദിച്ചു. സ്വാതന്ത്ര്യത്തിന് 22 വർഷം മുമ്പേ രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഒരു സംഘടന എന്ന നിലക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വല്ല പങ്കും വഹിച്ചിട്ടുണ്ടോ? ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നു 1922 ഹെഡ്ഗേവാർ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്നു, ഇന്ന ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു എന്നാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇപ്പോഴും പ്രേക്ഷകരുടെ മുമ്പിൽ നിൽക്കുന്നു. BJP പ്രതിനിധി, മറുപടി പറയൂ. നിങ്ങൾ 1925 നിങ്ങളുടെ RSS രൂപീകരണത്തിന് ശേഷം സമരത്തെ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് പോരാട്ടത്തെ കുറിച്ച് പറയൂ. നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ പറയൂ. അതാണ് നിങ്ങളുടെ മർമ്മത്തിൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് പ്രയാസപ്പെടും. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നത് വിചാരധാരയിൽ പേജ് 138 നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഗോൾവാൾക്കർ പറഞ്ഞ എന്താണെന്നറിയോ? ബ്രിട്ടീഷ് വിരുദ്ധത എന്നത് ദേശസ്നേഹവും ദേശീയതയുമായി കണക്കാക്കപ്പെടുകയാണ്. ദേശീയത, നിങ്ങൾ ദേശീയ പ്രസ്ഥാനം എന്നാണല്ലോ RSSകാർ സ്വയം അവകാശപ്പെടുന്നത്. ആ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധത എന്നതാണ് എന്ന് കുറ്റപ്പെടുത്തുകയാണ് ഗോൾവാൾക്കർ. ഈ പിന്തിരിപ്പൻ വീക്ഷണമാണ് ബ്രിട്ടീഷ് വിരുദ്ധത. ഏത് ഭഗത് സിംഗും സുഖദേവും എല്ലാം തന്നെ ജീവാർപ്പണമടക്കം ചെയ്ത് സമരം നടത്തുന്ന ഘട്ടത്തിൽ ഗോൾവാൾക്കർ പറയുന്നത് ഈ ബ്രിട്ടീഷ് വിരുദ്ധത എന്നത് ഒരു പിന്തിരിപ്പൻ വീക്ഷണമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ ഗതിയിലും അതിൻ്റെ നേതാക്കളിലും സാധാരണക്കാരിലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. വിചാരധാരയിൽ 138 പേജിൽ ഗോൾവാൾക്കർ എഴുതി വച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു സംഘടന എന്ന നിലക്ക് തങ്ങൾ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് BJPയുടെ പ്രതിനിധി പരസ്യമായിട്ട് സമ്മതിച്ചാൽ മതി. തീർന്നു അവിടെ, ആ തർക്കം അവിടെ തീർന്നു. ഇനി AKGയെ പറ്റി പറയുന്നുണ്ടല്ലോ നിങ്ങൾ. AKGയെ പറ്റി പല നുണകളും നിങ്ങൾ പ്രചരിപ്പിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നെഹ്റുവിനെ പറ്റി പറഞ്ഞല്ലോ. നെഹ്റുവിൻ്റെ പടം പോലും ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. AKGയെ പറ്റി മുമ്പ് BJP RSSകാർ പ്രചരിപ്പിച്ചത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ RSSകാർ ധീരമായ പങ്കുവഹിച്ചു എന്ന് AKG പ്രസംഗിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ സവർക്കറുടെ ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിൽ സവർക്കറുടെ ജീവിതത്തിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, ആന്തമാൻ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, ഇതും യാഥാർത്ഥ്യമാണ്. അതേസമയം ഒടുവിൽ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിനെ സംബന്ധിച്ച് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടോ? ആ മാപ്പ് എഴുതി കൊടുത്തതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പിന്നീട് അത് വെറുപ്പായി മാറിയ നേതാവാണ് സവർക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷൂരിയാണ് കേട്ടോ, അരുൺ ഷൂരി. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സവർക്കറുടെ ജീവിതത്തിൽ ആദ്യ ഭാഗത്തെ പറ്റി ഞാൻ പറഞ്ഞു. അവസാന ഭാഗം മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് എഴുതി കൊടുത്ത വിദ്വാനിയാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ സവർക്കറുടെ ജീവിതത്തിൽ 2 ഭാഗമുണ്ട്. AKG അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രസംഗിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ AKG പണ്ട് RSSനെ പറ്റി നല്ല വാക്ക് പറഞ്ഞിരുന്നു, ഗാന്ധിജി RSSനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിരുന്നു. അവസാനം RSSൻ്റെ ജീവനെടുത്തതും അതിൽ പങ്കാളിത്തം RSSനുണ്ടല്ലോ, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ
സന്നദ്ധ സംഘടനയായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പറ്റുമല്ലോ. സന്നദ്ധ സംഘടനയായിട്ട് പറ്റുമല്ലോ. അല്ല, ഗോഡ്സെ എപ്പോഴേക്കും കഥകളാണല്ലോ പറയുന്നത്. ആ സമയത്തായിരുന്നില്ല എന്നുള്ളതാണ് സാങ്കേതികമായൊക്കെ ശരിയാക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണെന്നാണല്ലോ പറയുന്നത്. ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്നാണ് പറയുന്നത്. ആ സന്നദ്ധ സംഘടനയുടെ യഥാർത്ഥ സേവനത്തിന്റെ, കൊലപാതകങ്ങളുടെ, കലാപങ്ങളുടെ ചിത്രം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണല്ലോ 3 ദിവസം കൊണ്ട് 3000 മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയത് ഗോത്ര സംഭവത്തിൻ്റെ പേരിൽ. നല്ല സന്നദ്ധ സേവനമാണല്ലോ അല്ലേ? ഇതുപോലെയുള്ള സേവനം വേറെ എന്താ ഉള്ളത്? ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് ഛത്തീസ്ഗഡിൽ നടത്തിയിട്ടുള്ളത്, രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള വേട്ട, ഇതൊക്കെ നല്ല സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനമാണല്ലോ. അപ്പം അതുകൊണ്ട് കാപട്യത്തിന്റെ മുഖമുദ്രയായിട്ടാണ് RSS ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നുണ പ്രചരിപ്പിച്ച് സത്യമാണെന്ന് വരുത്തുക ഗീബൽസിയൻ രീതിയാണ്. അതാണ് ഇവിടെ മോദി അടക്കം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. അവിടെ അല്ല, ഒരു കാര്യം കൂടി, അതായത് ചുരുക്കി പറയാം. ചുരുക്കിയിട്ടാണ് സ്മൃതി ഞാൻ പറയുന്നത്. ഇവിടെ RSSന്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ. ആ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയം ഞങ്ങൾക്കില്ല ആണ്. ഞങ്ങൾക്ക് RSSന് രാഷ്ട്രീയമില്ല. പക്ഷേ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ കമ്മ്യൂണിസത്തിനെതിരായിട്ട് പറയുന്നുണ്ട്. കമ്മ്യൂണിസം അത് ആഭ്യന്തര ഭീഷണിയാണ്, മുസ്ലിങ്ങൾ ആഭ്യന്തര ഭീഷണിയാണ്, ക്രിസ്ത്യാനികൾ ആഭ്യന്തര ഭീഷണിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന വിചാരധാര ഉയർത്തിപ്പിടിക്കുന്ന RSSകാർ ഞങ്ങൾക്ക് ഇസമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ആരെ തോൽപ്പിക്കാനാണ്, ആരെ കബളിപ്പിക്കാനാണ്. പിന്നെ 1925 RSS രൂപം കൊണ്ടു, 48 നിരോധിച്ചു. സ്മൃതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യപരമായിട്ടുള്ള ഏതെങ്കിലും രീതി RSS പിന്തുടരുന്നുണ്ടോ എന്ന ചോദ്യം 48 നിരോധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു. നിരോധനം നീക്കിക്കിട്ടണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ സൂക്ഷിക്കണം, മെമ്പർഷിപ്പ് രജിസ്റ്റർ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യത്തിൻ്റെ ഹരിശ്രീ തുടങ്ങുന്നത് മെമ്പർമാരിൽ നിന്നാണല്ലോ. RSSന് എത്രയാ മെമ്പർമാർ, ആരാ മെമ്പർമാർ, ആരാ അവരുടെ പ്രചാരകന്മാർ, ഇതൊന്നും പുറം ലോകം അറിയില്ല. അതേസമയം CPM-ഉം കോൺഗ്രസും മറ്റ് പാർട്ടികളുമാണെങ്കിൽ അതിൻ്റെ പ്രാദേശിക പ്രവർത്തകരെ അടക്കം സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ രഹസ്യ രൂപത്തിൽ പ്രവർത്തിക്കുന്ന, ഫാസിസ്റ്റ് രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. അതിനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇന്നത്തെ ചെങ്കോട്ട പ്രസംഗത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. അവര് നടത്തിയിട്ടുള്ള രക്തച്ചൊരിച്ചൽ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഏറ്റവും ഒടുവിൽ മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പോൾ ജനസംഖ്യാനുപാതം. അതും ഇന്നത്തെ പ്രസംഗത്തിൽ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായി. ദിനുവയിൽ ഒന്ന് ചുരുക്കി പറയണം. RSSന്റെ അജണ്ട ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയില്ലേ? ഇപ്പോൾ RSSന്റെ 100ാം വാർഷികം സെപ്റ്റംബറിൽ ആഘോഷിക്കാൻ പോവുകയാണവർ. അപ്പോൾ കശ്മീരിന്റെ 370ാം അനുച്ഛേദം എടുത്തു കളഞ്ഞതാകട്ടെ, പൗരത്വ നിയമം, രാമക്ഷേത്രം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന ജനസംഖ്യാ അനുപാതവുമായി ബന്ധപ്പെട്ട വിഷയവും RSS ഉയർത്തിയതാണ്. അതെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. സ്മൃതി, BJP പ്രതിനിധിയുടെ വളരെ ചെറിയ ഒരു 2 ചോദ്യങ്ങൾ മാത്രം. ഒന്ന്, 182 അടിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിമയുണ്ടല്ലോ സർദാർ വല്ലഭായ് പട്ടേലിലെ. സർദാർ വല്ലഭായ് പട്ടേൽ നുണ പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 2 എന്ന് പറയുന്നത് ജിന്നയുടെ കീഴിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടനയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ശ്രീ ജയസൂര്യ, പെട്ടെന്ന് പറയാമെങ്കിൽ സമയം കുറവാണ്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചത് BJP ആണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർദാർ വല്ലഭായ് പട്ടേൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുതാര്യവും സുവ്യക്തവുമായ കാര്യങ്ങളുണ്ട്. എന്താണ് ചോദ്യം? എന്താണ് പട്ടേൽ നുണ പറയുമോ എന്നാണ് ചോദിച്ചത്. പട്ടേൽ നുണ പറയുമോ? പട്ടേൽ നുണ പറയാൻ സാധ്യതയില്ല. ഓക്കെ, എന്നാ ശരി. ഇതിനു അടുത്ത ചോദ്യം. നുണ പറയില്ല. എന്നാൽ നുണ പറയാൻ സാധ്യതയില്ലാത്ത പട്ടേൽ പറഞ്ഞത് നമ്മളൊന്ന് കേൾക്കണമേ. 1948 ഫെബ്രുവരി 27 ശ്യാമപ്രസാദ് മുഖർജിക്ക് അയച്ച കത്തിനകത്ത് പട്ടേൽ 1948 ജൂലൈ 18 ശ്യാമപ്രസാദ് മുഖർജിക്ക് അയച്ചതും ഈ ഫെബ്രുവരി 27 നെഹ്റുവിന് അയച്ച കത്തിലും പട്ടേൽ കൃത്യമായി പറയുന്നു
RSSും ഹിന്ദു മഹാസഭയും ഗാന്ധി വധത്തിന് ശേഷം പലയിടങ്ങളിലായി ആഘോഷം നടത്തിയെന്ന്? നിങ്ങൾക്ക് പങ്കില്ലാത്ത ഒന്നിന്റെ രാജ്യത്തിന്റെ പിതാവ് മരിച്ചൊരു ദിനത്തിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചിരുന്നത്? രണ്ട് വളരെ കൃത്യമായി ശ്യാമപ്രസാദ് മുഖർജിക്ക് എഴുതിയ കത്തിൽ പട്ടേൽ പറയുന്നു, RSSും ഹിന്ദു മഹാസഭയും ചേർന്നാണ്, രണ്ടുപേരും ചേർന്നാണ് ഗാന്ധി വധത്തിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതെന്ന് വളരെ കൃത്യമായി കൊണ്ട് ആർക്കൈവൽ റെക്കോർഡുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. രണ്ട്, തുടർച്ചയായിക്കൊണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ആ കാലത്തെ ജിന്നയുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനയെ വർഗീയ സംഘടനകൾ എന്ന് വിളിക്കുന്ന ഇവർ ഒരു മറുപടി കൂടി പറയേണ്ടതായിട്ടുണ്ട്. സിന്ധിൽ, ബംഗാളിൽ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിഷനുകൾക്കകത്ത് എന്തിനാണ് ഇതേ ജിന്നയുടെ മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ ഹിന്ദു മഹാസഭക്കാർ ഭരണം കൈയാളിയതെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഈ പറയുന്ന സംഘടനയെ വർഗീയ സംഘടന എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഗീയ സംഘടന എന്നുള്ള ലേബിൾ അല്ലാതെ വേറെ ഒന്നും ചേരുന്നില്ല എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ചരിത്രമാണ് ഈ പറയുന്നത്. വ്യക്തിപരമായി ഇൻഡിവിജ്വൽസ് പങ്കെടുത്തതല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഹോം ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡുകളിൽ എവിടെയെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്ന ഒരു സ്ഥലമുണ്ട്. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലും, പ്രത്യേകിച്ച് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനകത്ത് RSSന്റെ ആളുകൾ പങ്കെടുക്കരുതെന്ന് RSS യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾ ആശ്വസിക്കുന്നുവെന്നും ബ്രിട്ടീഷ് ഹോം ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി നിങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ബ്രിട്ടീഷുകാർ നിങ്ങളെ നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്യത്യസ്തങ്ങളായ സാംസ്കാരിക സംഘടനകളെ, വ്യത്യസ്തങ്ങളായ പത്രങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ നിരോധിച്ചെങ്കിലും ഒരു ഘട്ടത്തിലും നിരോധിക്കപ്പെട്ടില്ല. നിങ്ങൾ നിരോധിക്കപ്പെട്ടത് ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിന്റെ പേരിൽ ബ്രിട്ടീഷുകാരല്ല നിങ്ങളെ നിരോധിച്ചത്. ഗാന്ധി വധത്തിന് ആക്കം കൂട്ടിയതിന്റെ പേരിലാണ് നിങ്ങൾ നിരോധിക്കപ്പെട്ടത്. നിങ്ങൾ പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത്, പിന്നീട് ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് ജയസൂര്യൻ ചുരുക്കി പറയണം, പട്ടേലിന്റെ കത്തിനെ കുറിച്ചും അതോടൊപ്പം ജിന്നയുമായി ചേർന്ന് ഭരിച്ചതിനെ കുറിച്ചും ചുരുക്കി മറുപടി പറയാം. എന്നോടൊരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ, തിരിച്ച് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് ഒരു നുണയനും വിഡ്ഢിയുമാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പെട്ടെന്ന് പറ. സഖാവ് EMS നമ്പൂതിരിപ്പാട് നുണയനും വിഡ്ഢിയുമാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങ് മറുപടി ഒന്ന് പൂർത്തിയാക്കൂ. അപ്പോ സഖാവ് EMS നമ്പൂതിരിപ്പാട് നുണയനും വിഡ്ഢിയുമാണോ? പറ. വിശ്വസിക്കുന്ന ഒരാളാണ്. EMSനോട് വിമർശനങ്ങളുണ്ട്. ചരിത്രപരമായിട്ട് EMSനും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. അതാണ് താങ്കളുടെ മറുപടി. മറുപടി ഓക്കെ. അപ്പോ സഖാവ് EMS നമ്പൂതിരിപ്പാട് എഴുതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സഖാവ് EMS നമ്പൂതിരിപ്പാട് എഴുതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ 324 നമ്പർ പേജില് ചിത്രം നമ്പർ 38 ശ്രീ വിനായക ദാമോദർ സവർക്കർ, ഇതാണ് ചിത്രം. അദ്ദേഹത്തിന്റെ ആ ചിത്രം കൊടുത്തിട്ട് വിനായക ദാമോദർ സവർക്കർ നവഭാരത് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി മഹാരാഷ്ട്രയിലും ഭാരതമാസകലയും പ്രവർത്തിച്ചതിനെ കുറിച്ച് സഖാവ് EMS നമ്പൂതിരിപ്പാട് പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം തിരിച്ചു പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മാപ്പെഴുതിയ കാര്യം കൂടി വരുന്നത്. പറയട്ടെ. കുറവില്ലാത്ത കാര്യമാണ്. പറയാവുന്നേ, എന്നോട് ചോദ്യം മാത്രം പോരാ, മറുപടിയുണ്ട്. ശരി, പറയൂ. മറുപടിയുണ്ട്. അപ്പോ പട്ടേലിന്റെ കാര്യം, പട്ടേൽ പറഞ്ഞ കാര്യം പിന്നെ എന്തുകൊണ്ടാണ് കോടതി ആരും തെളിവായിട്ട് എടുക്കാത്തത്? കോടതി എന്താ തള്ളിക്കളഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പട്ടേൽ പറഞ്ഞ കാര്യം വെച്ച് കോടതി എന്താ ഈ വിധി പ്രഖ്യാപിക്കാത്തത്? അതാണ് ഇതിന്റെ മറുപടി. പിന്നെ P. ജയരാജന്റെ ചോദ്യം എന്താ? ചോദ്യം പറയൂ. എവിഡൻസ് ഇല്ല എന്നല്ല കോടതി പറഞ്ഞത്. കൊറാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ എവിഡൻസ്, കൊറാബറേറ്റ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ എവിഡൻസ് ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എവിഡൻസ് ഇല്ലാന്ന് കോടതി പറഞ്ഞിട്ടില്ല. കൊറാബറേറ്റ് ചെയ്യാനുള്ള വ്യക്തമല്ലേ? നെഹ്റുവിനും ശ്യാമപ്രസാദ് മുഖർജിക്കും എഴുതിയ കത്തിൽ പട്ടേൽ പറഞ്ഞതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഷീറ്റിൽ പോലും ഈ കാര്യമില്ലല്ലോ. കോടതിയുടെ ചാർജ് ഷീറ്റിൽ പോലും കയറ്റാതെയാണല്ലോ അത് തള്ളിക്കളഞ്ഞത്. അതായത് ജസ്റ്റിസ് KT തോമസ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചാർജ് ഷീറ്റിൽ പോലും RSSന്റെ പേര് ബന്ധപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞിട്ടുണ്ട്. KT തോമസ് എന്താ വിഡ്ഢിയാണോ? അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഉന്നതനായിട്ടുള്ള ന്യായാധിപൻ പോലും പറഞ്ഞു RSSനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും വിജയിച്ചില്ല. അതായത് അവിടെ ബന്ധമില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. ശരി, അപ്പോ ആയിക്കോട്ടെ, നിങ്ങൾ ക്ലീൻ ചിറ്റ് കൊടുക്കോ കൊടുക്കാതെ മാപ്പിലേക്ക് എത്തില്ല. അതൊരു ചരിത്രമാണല്ലോ. എന്തിനാണ് ഈ ഗാന്ധിവധം ആഘോഷിക്കാൻ പോയത്? പറയാമെന്നേ, മറുപടി പറയാം.
മറുപടി പറയാം. നിങ്ങൾ ചോദ്യം മാത്രം പോരല്ലോ, മറുപടി പറയാം. സവർക്കർ മാപ്പെഴുതിനെ കുറിച്ചുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദയവായി തടസ്സപ്പെടുത്തരുത്. അതായത് സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് 3 വർഷം കഴിയുമ്പോൾ തടസ്സപ്പെടുത്തരുത്. പി ജയരാജൻ, താങ്കളുടെ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. 3 വർഷം കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് പറയാം. തടസ്സപ്പെടുത്തി നിങ്ങളാണ് സമയം കളയുന്നത്. മറുപടി ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ തടസ്സപ്പെടുത്തല. അത് വേണ്ട, മറുപടി ഉണ്ടല്ലോ. അതായത് ഒരു കോടതി നടപടി ഇപ്പോഴാണെങ്കിൽ പോലും കീഴ്ക്കോടതി വിധിച്ചാൽ മേൽക്കോടതിയിൽ അപ്പീലുണ്ട്, അതിന്റെ മേൽക്കോടതിയിൽ അപ്പീലുണ്ട്, അവസാനം അപ്പീലെല്ലാം കഴിഞ്ഞ് സുപ്രീം കോടതി കഴിഞ്ഞ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അവിടെ നമുക്ക് രാഷ്ട്രപതിയുടെ അടുത്ത് ദയാഹർജി കൊടുക്കാം. പല സ്റ്റെപ്പുകളിലൂടെ പല നടപടിക്രമങ്ങളുണ്ട്. ജയിലിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ലീഗൽ റൈറ്റ് ആണ്. ആ ലീഗൽ റൈറ്റ് അനുസരിച്ച് ആ കാലത്ത് ചെയ്യാൻ കഴിയുന്നത് ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ഓരോ 3 വർഷം കൂടുമ്പോഴും ആ വിടുതലിന് വേണ്ടി അപേക്ഷ എഴുതി കൊടുക്കാം. ആ അപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ അത് ലീഗൽ നടപടിക്രമമാണ്. ശരി, അതിനെ പുറത്തേക്കിറങ്ങിയ സവർക്കർ പിന്നീട് ചരിത്രത്തിൽ അങ്ങ് പരിശോധിക്കൂ. മാപ്പിന് ശേഷം അദ്ദേഹം എവിടെ പോയി എന്ന് കൂടി പരിശോധിക്കൂ. നമുക്ക് ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്. ഇല്ല, എതിരഭിപ്രായങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. വരും ദിവസങ്ങളിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് പറയാനും കേൾക്കാനും. അടുത്ത ദിവസം വളരെ നന്ദി. വളരെ സമയമില്ലാത്തതുകൊണ്ടാണ്. ശരി, വളരെ നന്ദി. പി ജയരാജൻ, ജയസൂര്യൻ, ഡോക്ടർ പി ജെ വിൻസെന്റ് ദിനുവേൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.